ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു. നമ്മൾ ഇന്നിവിടെ വന്നേക്കുന്നത് ഒരു പൊട്ടറ്റോ സ്റ്റൂ കറിയുമായിട്ടാണ്. അപ്പം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ്ഡ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി സവാള നീളത്തിലരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ 1/4 ഗ്ലാസ് വെള്ളവും അല്പം ഉപ്പും. ആദ്യം തന്നെ നമുക്ക് കുക്കറിലോട്ട് കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ എല്ലാം ഇട്ട് കൊടുക്കാം. ശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലോട്ടായി ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ വിസിലൊക്കെ വന്ന് എയറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുവാണേ. ഇതാ പൊട്ടറ്റോ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് ഈ സ്റ്റൂ കറിക്കൊരു നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടുക. അപ്പോൾ ഞാനിവിടെ എല്ലാ പൊട്ടറ്റോ ഒരു സ്പൂൺ വെച്ച് നന്നായി ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പെർഫെക്ഷൻ കിട്ടും കറിക്ക്. ഉടച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് ആദ്യം തന്നെ 1/4 പാലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ഗ്ലാസ് 1/4 പാലാണ് എടുത്തേക്കുന്നത്. ഞാൻ ആകെ ഇവിടെ ചെറിയ മീഡിയം സൈസ് പൊട്ടറ്റോ ആണല്ലോ എടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 1/4 ഗ്ലാസ് പാല് തന്നെ മതിയാവും. 1/4 പാൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി 1/4 പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. നന്നായിട്ടത് കുറുകി പറ്റുന്നത് പോലെ ഒന്ന് വേവിച്ചു കൊടുക്കാം. ഇതവിടെ ഞാനിവിടെ നന്നായി വേവിച്ച് കുറുകി വന്നിട്ടുണ്ട് ഏകദേശം. ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1/4 പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി, അല്ലെങ്കിൽ ഒന്ന് തിളച്ച് വന്നാൽ മതിയേ. ഞാനിവിടെ അല്പം 1/4 ഗ്ലാസ് ഒന്നുമില്ല, അതിലും കുറവാണ് 1/4 പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ് പൊട്ടറ്റോ സ്റ്റൂ കറി. അത് നമ്മൾ ഇഷ്ടമെന്നും പറയും, പിന്നെ പൊട്ടറ്റോ സ്റ്റൂ എന്നും പറയും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ അടുത്ത് 2 പേരും വന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പൊട്ടറ്റോ സ്റ്റൂ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളപ്പമാണ്. അപ്പോൾ വെള്ളപ്പം ഇടുന്നൊരു വീഡിയോ കൂടി വരുന്നുണ്ട്. ഈസി ആൻഡ് ടേസ്റ്റി പാലപ്പൊന്നും വെള്ളപ്പൊന്നൊക്കെ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. ഞാൻ വെള്ളപ്പം എന്താ പറയുന്നത്. അങ്ങനെയുടെ ഈസി ആൻഡ് ടേസ്റ്റി വെള്ളപ്പം കൂടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു.